ഹായ് ഗായ്സ് വെൽക്കം ടു ജാനി ഫിയർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീസൺ 15th എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ 50th എപ്പിസോഡ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണത് ഒരു ബിൽഡ് ചെയ്ത് തീരാറായ ഒരു മെലൺ ഫാമാണ്. അപ്പോൾ ഞാനൊരു മെലൺ ഫാമാണ് ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ മെലൺ ഫാം ഞാൻ കുറച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടെ ബിൽഡ് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞാനൊരു കാര്യം തന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഓർക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഞാൻ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മേളിൽ പിസ്റ്റനൊക്കെ ഇനി കുറച്ച് കൂടി പിസ്റ്റൻ പ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് തീർക്കാം. നമുക്ക് ഇവിടുന്ന് മാത്രമല്ല ഇത്രയാണ് നമ്മുടെ ആ ഒരു ചെസ്റ്റൊക്കെ നമ്മൾ ഒറ്റ ഇൻപുട്ടാണ് ഔട്ട്പുട്ടാണ് കൊടുത്തേക്കണം. പിന്നെ നമുക്കിനി 2 പിസ്റ്റനും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. 2 പ്ലാങ്ക്സ് എടുത്തിട്ട് 2 പിസ്റ്റൻ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, പ്ലാങ്ക്സ് എടുത്ത് 2 പിസ്റ്റൻ ഡൺ. ഓക്കെ, ഇനി ഇതെടുത്തിട്ട് നമുക്ക് നേരെ 2 പിസ്റ്റൻ മതിയായിരുന്നു. ഓക്കെ, അതവിടെ പ്ലേസ് ചെയ്യാം. 2. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിരുന്നു. ഇനി നമുക്ക് നേരെ അവിടെ സീഡ് പ്ലേസ് ചെയ്യാനൊക്കെ ചെയ്യണം. അതിന് മുമ്പ് ഞാനൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ വെക്കണം. അതിന് മുമ്പ് നമുക്കൊന്ന് നോക്കട്ടെ, എല്ലാം കറക്റ്റാന്ന് തോന്നുന്നു. എൻ്റെ ഇൻവെൻട്രി ഫുള്ള് നടന്നിരിക്കും. നമുക്ക് ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അവിടെ പോയി ചെസ്റ്റ് അവിടെ കിട്ടി ബാക്കിൽ ഒരു ചെസ്റ്റ് ഉണ്ടാകാം. ഓക്കെ, അതങ്ങോട്ട് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ആ ചെസ്റ്റ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ ഒരു ചെസ്റ്റ് കുറച്ച് സാധനങ്ങൾ വെക്കാം. എല്ലാം ഒന്നും വെക്കുന്നില്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് വെക്കാം. ഓക്കെ ഗൈസ്, അതുകൊണ്ട് വെച്ചേക്കാം. കുറച്ചെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത്രയും വെച്ചാൽ മതി. ഒരു മെലണും കയ്യിലേക്ക് ഞാൻ മെലൺ എല്ലാ സീഡ്സിലോട്ട് വെക്കാം. ഒരു മെലണിൽ ഒരു സീഡ് കിടത്തുള്ളൂ, പക്ഷേ നമുക്ക് എല്ലാം സീഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതും കൂടി ഞാൻ സീഡ്സിലോട്ട് വേണം. ഇത് ഞാൻ നേരെ ഇതെല്ലാം അങ്ങോട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, സ്ട്രാപ്പ് ഡോർ ഇങ്ങനെ വെച്ചിട്ട് വെച്ചാൽ ഓക്കെ ഇത് റെഡിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കിങ്ങനെ ഇവിടെ ഒരു ഡീപ്പ് സ്ലൈറ്റ് മേലുള്ള ഭാഗമില്ല, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലേസ് ആ ഒരു റെയിലിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്. ഇതൊക്കെ ആ റെയിലിൻ്റെ നല്ല രീതിയിലത്തെ സൗണ്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പിന്നെ പറയുന്നത് ഞാൻ ഇതിലായിട്ട് റെഡ് സ്റ്റോൺ കളക്ട് ചെയ്യില്ല. നമുക്ക് റെഡ് സ്റ്റോൺ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ കളക്ട് ചെയ്യാനാണെന്നല്ല റെഡ് സ്റ്റോൺ കളക്ട് ചെയ്യാനുണ്ടെന്ന് തോന്നി. സോ അത് നോക്കട്ടെ, നമുക്ക് റെഡ് സ്റ്റോൺ കളക്ട് ചെയ്യാൻ കൂടി ചെയ്യണം. പിന്നെ ഈ ഒരു ഫാമിൽ മേളിൽ നമ്മുടെ പംകിൻ ഫാമിൻ്റെ സെയിം ആണ്, ആകെ പ്ലാന്റിങ് സാധനം ഡിഫറൻറ്റ് ഉള്ളു. പിന്നെ സെയിം ഔട്ട്പുട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ ഒരു ചെസ്റ്റിൻ്റെ അടിയിലോട്ട് വേറൊരു ഡബിൾ ചെസ്റ്റും കൂടി വെക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ഫാം ഇനി നമുക്ക് ഇത് നമ്മുടെ 3ാമത്തെ ഫാമാണ്. 4ാമത്തെ നമ്മുടെ ബീറ്റ്റൂട്ട് ഫാം കഴിഞ്ഞാൽ താഴത്തെ ലെയർ കംപ്ലീറ്റ് ആകും. പിന്നെ ഞാൻ ഇത് ഫുൾ ക്ലോസ് ആക്കും. പിന്നെ അതിൻ്റെ മേളിലോട്ട് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ബാംബൂ, ഷുഗർ കെയിൻ, ക്യാരറ്റ്, പിന്നെ പൊട്ടാറ്റോ. ഇതാണ് നമ്മുടെ ബാക്കിയുള്ള 4 ഫാംസ്. ഇതെല്ലാം നമ്മൾ താഴെ മേളിൽ ബിൽഡ് ചെയ്യാനുള്ള കാരണം ഇതിനൊന്നിനും താഴെ നമുക്ക് ഇത് റെയിൽ കാർട്ട് ഓടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് നമ്മളവിടെ ബിൽഡ് അത് ഈ ഒരു ഫാമൊക്കെ ടോട്ടലി നമ്മൾ ഈ ഒരു വില്ലേജറിനെ വെച്ച് തന്നെയാണ് ടോട്ടൽ ഫുൾ ബിൽഡ് ചെയ്യാനായിട്ട് വില്ലേജറിനെ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ബിൽഡും ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇത് ഉപയോഗിക്കാത്തത്. അത് നമ്മൾ മേളിൽ വെക്കുന്നത് ഇത് ഓക്കെ. അങ്ങനെ നമ്മൾ സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സീഡ് പ്ലാന്റ് ചെയ്തിട്ട് മേളത്ത് അതിനൊരു ഒരു മൈൻ കാർട്ട് എടുത്ത് അതിനൊരു ഹോപ്പ് ആദ്യം കുറച്ച് ചെസ്റ്റാണ് അവിടെ എല്ലാം ചെസ്റ്റാക്കി 4 ചെസ്റ്റും ഉണ്ടാക്കിയേക്കാം. 4 ചെസ്റ്റും ഉണ്ടാക്കിയിട്ട് നേരെ ഒരു ഹോപ്പർ, പിന്നെ ഒരു മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ അതെടുത്തിട്ട് അതിന് മുമ്പ് ഇവിടെ നമ്മുടെ റെഡ് സ്റ്റോൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. നമ്മളിങ്ങനെ വരുന്ന സൈഡിൽ നമ്മുടെ ചെസ്റ്റ് വെക്കണം ഗൈസ്. നമുക്ക് ഞാൻ പൊടിച്ചത് കുറേ പംകിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിതുവരെ കുറേ പംകിനായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫാമിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പംകിന് വലിയ യൂസ് ഇല്ല, പക്ഷേ നമ്മൾ ഒരു 20 ഫാമിലെടുത്ത് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് നമ്മളൊരു ഫാമായിട്ട് ബിൽഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ഫുൾ സ്ക്വയർ ഫാം നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ഒരു ബോൺ മീൽ ഫാം പോലത്തെ ഒരു ഫാമാണ് മോസ്റ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഇവിടെ വെക്കണം. എന്നിട്ട് നമ്മുടെ ഇതിന് നേരെ ഒരു ബ്ലോക്ക് വേണമല്ലോ. ഓക്കെ, ആ ഒരു ബ്ലോക്ക് എടുത്ത് അത് പ്ലേസ് ചെയ്യുക. അതിൻ്റെ നമ്മുടെ നമുക്കൊരു പവർ ട്രെയിൽ ക്രാഫ്റ്റ് ചെയ്യാം. മേളിൽ ചെന്നിട്ട് പവർ ട്രെയിൽ 6 അവിടെ പ്ലേസ് ഇന്ന് ബ്രേക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഇവിടെ ഹോപ്പറാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്യാം. വീണ്ടും മേളിലാണ് നമുക്ക് ആ ഒരു ഹോപ്പർ അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ആ ഒരു റെയിലിൻ്റെ സൗണ്ട് നല്ല ഹൈ ആണ്. ഞാൻ അത് കുറയ്ക്കാൻ വിട്ടുപോയി. നമുക്ക് പിന്നെ പ്രശ്നം നമുക്കിനി ഇതിൻ്റെ മേലോട്ട് പയ്യെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ കൊടുത്തേക്കണം സെയിം സിസ്റ്റം ഇവിടെയും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. അതിൻ്റെ മേളിൽ ഇത് പിന്നെ ഈ ഒരു ബ്ലോക്ക് അങ്ങ് ബ്രേക്ക് ചെയ്യാം.
പിന്നെ നമുക്ക് റിപ്പീറ്ററും മറ്റേ അതും ഉണ്ടാക്കിക്കൊണ്ട് വരാം ഗൈസ്. റിപ്പീറ്ററും കമ്പാരറ്ററും ഉണ്ടാക്കാൻ എന്തൊക്കെയാണ്? ഓക്കെ, കോഡ്സ് 3, ഇത് റെഡ് സ്റ്റോൺ ടോർച്ച് ഇത്ര. ഓക്കെ, പെട്ടെന്ന് നമുക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട്. ഇപ്പോൾ ഇവിടെ ഒരു റെയിലിൻ്റെ സൗണ്ട് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പോയി ഒരു സാധനങ്ങളെല്ലാം എടുക്കാം. കോഡ്സ് എടുത്തു. കോഡ്സ് വേണ്ട. പിന്നെന്താ, ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു ഗോൾഡൊക്കെ എടുത്തു. റെഡ് സ്റ്റോണും ഉണ്ട്. ഇത് മറ്റേ വേറൊന്നുമില്ല. കോബിൾ സ്റ്റോൺ, നമുക്ക് സ്റ്റോൺ വേണം. ഞാൻ കോബിൾ സ്റ്റോൺ അല്ല, സാധാ സ്റ്റോൺ വേണമെന്ന് തോന്നുന്നു. നമുക്ക് നേരെ അവിടെ നിന്നിട്ട് ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റാം. അപ്പം നമുക്ക് ഞാനിവിടെ ഇത് വെച്ചേക്കാം. നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് ആണ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ വീണ്ടും ബാക്കിയുള്ള ബ്ലോക്ക്സ് പ്ലേസ് ചെയ്യാം. ഇത് എടുത്തിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റാ ഒന്നുകൂടി അടിച്ചു. കമ്പാരറ്റർ, കോഡ്സ് ഉണ്ട്, ഇതുണ്ട് എല്ലാം ഉണ്ടല്ലോ. ഇത് റെസ്റ്റോറൻറ്റ് ടോർച്ച് നമുക്ക് അതിൻ്റെ റെസ്റ്റോറൻറ്റ് ടോർച്ച് ഉണ്ടാക്കാം. പിന്നെ ഒരു കമ്പാരറ്റർ, പിന്നെ വീണ്ടും കുറച്ച് റെസ്റ്റോറൻറ്റ് ടോർച്ച് റിപ്പീറ്റർ ഉണ്ടാക്കി. പിന്നെ കമ്പാരറ്റർ ഉണ്ടാക്കാൻ വീണ്ടും റെസ്റ്റോറൻറ്റ് ടോർച്ച് വേണം. അതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു ഇതിലോട്ട് നേരെ വെട്ടി ഇതിനായിട്ട് വെക്കാം, പ്ലേസ് ചെയ്യാം. നേരെ വരിക നമ്മുടെ റിപ്പീറ്റർ. ഓക്കെ, നമ്മൾ നേരെ റിപ്പീറ്റർ എടുത്തിട്ട് എന്നുവെച്ചാൽ റിപ്പീറ്ററിൻ്റെ ഒരു 2 നോട്ടിൻ്റെ ഏരിയ ഒരു സൈഡിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ ഫാമിനെ നേരെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കണം. പിന്നെ നമ്മുടെ ഇത് ഇങ്ങനെ സോറി ഇത് ഒന്ന് വെച്ചു ഇങ്ങനെ. അയ്യോ, അതിൻ്റെ ഫ്രണ്ട് സൈഡ് അവിടെ ആണല്ലേ സാർ, ഇങ്ങനെ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ടോർച്ച് കൂടി വെച്ചാൽ നമ്മുടെ സർക്യൂട്ട് എന്നുവെച്ചാൽ നമ്മുടെ റെഡ് സ്റ്റോൺ ഫുൾ കംപ്ലീറ്റ്. ഇവിടെ ഈ ലൈറ്റ് കത്തിയെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി നേരെ നമ്മുടെ മൈക്കൗട്ട് ഹോപ്പ് പുഷ് ചെയ്ത് അത് അവിടെ വരെ എത്തത്തില്ല. പിന്നെ പൊട്ടിച്ചെടുക്കാൻ പൊട്ടിച്ചെടുക്കാൻ നമുക്ക് നേരെ. ഓക്കെ, നമുക്ക് ഇവിടെ പ്രേസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കളക്ഷൻ സിസ്റ്റം ഫുൾ കംപ്ലീറ്റഡ്. ഇനി നമുക്ക് മേളിൽ കുറച്ച് ബോൺ മീലും കൂടി ചെയ്യണം. അതിന് എൻ്റെ വുഡ് ഫാമിൽ ഞാൻ കുറച്ച് ബോൺ മീൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നാം. അതൊന്ന് ചെക്ക് ചെയ്യണം. ഒട്ടും ഗ്രോ ആയിട്ടൊന്നും ഇല്ല. നമുക്ക് ഈ സ്റ്റോൺ ബ്രിക്ക് ഒന്ന് ഇട്ട് നോക്കാം, ഇത് കളക്ട് ചെയ്യുന്നുണ്ടോയെന്ന്. ഓക്കെ, കറങ്ങിയടിച്ച് നമ്മുടെ കുറേ പംകിനായിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നല്ലോണം ഇത് പോയിട്ടുണ്ട്. ഒരു സ്റ്റോൺ ബ്രിക്ക് വന്നു. അപ്പോൾ നമ്മുടെ കളക്ഷൻ സിസ്റ്റം ഓക്കെ ആണ്. നമ്മുടെ മേളിൽ എന്തെങ്കിലും ഇട്ട് നോക്കിയല്ലോ, അത് പ്രശ്നമല്ല, ദാറ്റ്സ് പ്രോബ്ലം അല്ലെന്ന് തോന്നുന്നു. നമുക്ക് നേരെ അടുത്ത പോയിട്ട് എന്താ വേണം, നമുക്ക് ബോൺ മീൽ വേണം അല്ലേ. ഓക്കെ, ബോൺ മീൽ എടുക്കണം. ഓക്കെ ഓക്കെ, അവിടെ ബോണില്ല. നമുക്ക് നേരെ ചെസ്റ്റ് തപ്പാം. ചെസ്റ്റിൽ തന്നെ ബോൺ മീൽ തീരാറായെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോ നല്ല ഷോർട്ടായിരുന്നു, കാരണം അത്രയ്ക്ക് ഞാൻ വലിയ പണിയില്ലാഞ്ഞാണ്. ഓക്കെ, നമുക്ക് അതോടെ പോകണം. 34 ബോണുണ്ട്. ഇത് നേരെ നമുക്ക് ബോൺ മീലാക്കാം ഫുള്ള്. ഓക്കെ, എനിക്ക് ഡൗട്ട് ചേച്ചി, ഈ ബോൺ മീലിൽ നിന്നാണ് നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കണം. ശരി, ബോണാണല്ലോ ഒരു കറക്റ്റ് സാധനം. അതെന്താണ് വെച്ചാൽ ബോൺ മീൽ സാധനം, ബോണിൽ നിന്നാണ് നമുക്ക് ബ്ലോക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിതെല്ലാം ബോൺ മീൽ ചെയ്യാം. അതിൻ്റെ കറക്റ്റ് ആ ഒരു ആംഗിൾ പിടിക്കണം. നമ്മൾ കാണുന്ന ഒരു ആംഗിളല്ല, അതിൻ്റെ സൈഡിലോട്ടാണ് പിടിക്കേണ്ടത്. ഓക്കെ, സെറ്റ്. നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, അതിലിപ്പോൾ ഒരു പിസ്റ്റൺ ഒന്ന് ഫയർ ആയിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ മൈൻഡ് കാർഡിൻ്റെ സൗണ്ട് നല്ല ഹൈ ആണ്. പിന്നെ ഓക്കെ, ഒരു വാട്ടർമെലൻ ഗ്രോ ആയിട്ടുണ്ട്. അതിൻ്റെ അത് നേരെ അതിൻ്റെ ഇതൊന്ന് അഴിച്ചതിൻ്റെ സൗണ്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് ഡാമേജ് ഉണ്ടാവും. നമുക്കിനി പെട്ടെന്ന് ഇതെല്ലാം ഗ്രോ ആക്കാം. ഇതുവരെ കളക്ട് ആവാത്തത് നമ്മൾ റെഡ് സ്റ്റോൺ ചെയ്തിട്ടില്ല. പക്ഷേ മേലത്തെ കളക്ട് നമ്മളെ ബ്രേക്കിംഗ് സിസ്റ്റം ചെയ്തിട്ടില്ല, അത് ചെയ്യണം. അത് ഞാൻ ഇച്ചിരി പണിയുണ്ട്. നമുക്കത് പോയി നോക്കിയിട്ട് വരാം. എൻ്റെ കയ്യിൽ റെഡ് സ്റ്റോൺ ഉണ്ടോ മേലെ പ്ലേസ് ചെയ്യാൻ? ഓക്കെ, അതായത് ഞാൻ റെഡ് സ്റ്റോൺ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അയ്യോ റെഡ് സ്റ്റോൺ ഇല്ലേ? ചെക്ക് ചെയ്യാൻ ചെസ്റ്റിലൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ ചെസ്സിൽ നിന്ന് നമ്മൾ ഫുൾ എടുത്തായിരുന്നു, എല്ലാം നമ്മൾ എടുത്തതാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല ഇല്ലെന്ന് തോന്നുന്നു. നോക്കാം, ഒന്നുകൂടി തപ്പി നോക്കാം. ഓക്കെ, ഇല്ല. അങ്ങനെ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു മറ്റേ ചെസ്റ്റിലുണ്ടോയെന്ന് നോക്കാം. മേൽക്കിറങ്ങുന്നില്ല.
ഓക്കെ, നമുക്ക് വെച്ച ചെസ്റ്റ് എവിടെയാണ് നമ്മൾ വെച്ചിരുന്നത്? വെയിറ്റ്, അതെ പിന്നെ ഞാൻ പിന്നെ ആ ഒരു ചെസ്റ്റ് പോയിട്ട് അത് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മറ്റേ ചെസ്റ്റിലോട്ട് പോയി അവിടുന്ന് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. ആ ചെസ്റ്റ് തപ്പിയപ്പോൾ നമ്മളിൽ ആ ഒരു ഫാമിൻ്റെ അടുത്ത് ചെസ്റ്റ് വെച്ചില്ലേ, അതിനകത്തുണ്ടായിരുന്നു. ഞാനിപ്പോൾ വീഡിയോ കട്ടാക്കിയതാണ്. പിന്നെ കട്ട് ചെയ്തിട്ട് ഒരു പോസ് ചെയ്തായിരുന്നു വീഡിയോ റെക്കോർഡിങ്, അതാണ്. ഓക്കെ, നമുക്കിതിനടുത്ത് ഒബ്സർവർ ഉണ്ടാക്കാൻ 2 കോട്ട്സ്, കോബിൾസ്റ്റോൺ ഇല്ലേ, കോബിൾസ്റ്റോൺ വീണ്ടും മൈനിങ്ങിന് വേണ്ടി വരും. ഓക്കെ, കോബിൾസ്റ്റോൺ അതില്ല. ഷിറ്റ്, കോബിൾസ്റ്റോൺ എല്ലാം നമുക്ക് നന്നായിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും മേടിച്ചിട്ട് രണ്ട് വീണ്ടും ആ കോബിൾസ്റ്റോൺ ബ്രിക്സ് വെച്ച് നമുക്ക് മൂടാം. എത്ര മതി അത്. അപ്പോൾ നമുക്കൊരു ഒബ്സർവർ ഡേ ലൈറ്റ് സെൻസർ ഉണ്ടാക്കാം. ഒബ്സർവർ ഡ്രോപ്പറുള്ള ഒബ്സർവർ ഒന്ന്, ഇനി ഡേ ലൈറ്റ് സെൻസർ അല്ലേ, അതുകൂടി ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന്. ഓക്കെ, എൻ്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയാണെന്ന്, എനിക്ക് സൗണ്ട് ഇച്ചിരി ഹൈ ആണെന്ന് ഡൗട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചെക്ക് എൻ്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയാണെന്ന്. എന്നിട്ട് നമ്മുടെ ഇതിൽ ഞാൻ കുറച്ചൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകാം. എനിക്കൊരു എക്സാംസ് ഒക്കെ ഉണ്ട്, ഇപ്പോഴും എക്സാംസിന് വേണം, ഒരു എക്സാം ബാക്കിയുണ്ട്. അതുകൂടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. സ്ഥിരം വെച്ചാൽ പെർ വീക്ക് വരെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം ഗൈസ്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അധികം വീഡിയോസ് മാത്രമല്ല, ഞാൻ അങ്ങനെ ഷോർട്സ് ജസ്റ്റ് കുറച്ചായിട്ട് ഞാൻ ഷോർട്സ് ഇടാണ് നമ്മുടെ ഒരു വർക്കിംഗ് പാർട്ടിൽ, നമ്മുടെ ഓരോരോ ഭാഗത്തിൻ്റെ. പിന്നെ നമ്മൾ ഇന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിന് ശേഷമാണ് ഇപ്പം അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു ഡേ ലൈറ്റ് സെൻസർ ഒരു സ്ലാബ്സും കൂടി ഉണ്ടാക്കിയിട്ട് ഡേ ലൈറ്റ് സെൻസർ അങ്ങോട്ട് ഉണ്ടാക്കാം. കാണുന്നില്ലല്ലോ, ഇനി എന്തൊക്കെയുള്ളത്? ഗ്ലാസും വേണം, ഗ്ലാസും കൂടി ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഗ്ലാസ് കിട്ടി. അവസാനം ഉണ്ടാക്കി. കുറേ നേരെ നമ്മൾ ഓരോ സാധനം തപ്പിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നേരെ പോയിട്ട് മേളിൽ റെഡ് സ്റ്റോൺ പ്ലേസ് ചെയ്ത് അത് മൊത്തത്തിൽ അതിൻ്റെ മേളിൽ ഒരു നമ്മുടെ ഫങ്ഷനിങ് സാധനം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഫാം ഫിനിഷ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒന്നുമില്ല, നേരെ ചാടി മേളിൽ കയറാം. ഓക്കെ, അവിടെ 2-3 പംകിനൊക്കെ ഗ്രോ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനെല്ലാം കൂടെ പ്ലേസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, അവിടെ പ്ലേസ് ചെയ്യുക. മൊത്തത്തിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേളിലായിട്ട് എടുത്ത് നമ്മുടെ ഒരു ഒബ്സർവർ പ്ലേസ് ചെയ്യുക. ഒബ്സർവറിൻ്റെ മേളിൽ നമ്മുടെ ഡേ ലൈറ്റ് സെൻസർ പ്ലേസ് ചെയ്ത് കഴിയുമ്പം ആ ഒരു സണ്ണിൻ്റെ ഓരോ മൂവ്മെൻറ്റിൽ ഇച്ചിരി ആയിട്ട് അത് ലൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അതിനൊക്കെ ചില ലൈറ്റ് തരാം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് സെൻറ്റർ ഇതാണ്, ഇവിടെ വെച്ചിട്ട് സെറ്റ് നമുക്കൊരു അത് ഞാൻ കിടക്കുന്നത് പ്ലേസ് ചെയ്യട്ടെ. ഇത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഡേയ്സിനൊക്കെ നമ്മൾ ഒരു ഒബ്സർവർ പ്ലേസ് ചെയ്തു. അങ്ങനെ പിസ്റ്റൺ 2 ദിവസം ഫയർ ആയിട്ടുണ്ട്, ഒരു ഇതൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അത് വരേണ്ടതാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി അത് ആക്റ്റീവായി അവിടെ മേളിൽ കിടക്കണം. എൻ്റെ കിട്ടിയിട്ടുണ്ട് ഒരു പൊട്ടിയ മെലൺ. നമുക്ക് എന്നിട്ട് വെച്ചേക്കാം. നമുക്ക് ഒരു 10-15 മെലൺ കളക്ട് ആയിട്ടുണ്ട്. ഞാനത് മുമ്പേ ആദ്യം റെഡ് സ്റ്റോൺ വെച്ചില്ലേ, അപ്പം ഞാനത് ആക്ടിവേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് നമ്മുടെ പംകിൻ ഫാം ഒക്കെ നമ്മളങ്ങനെ പംകിൻ ഫാമല്ല, നമ്മുടെ മെലൺ ഫാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ 3rd ഫാമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇറ്റ്സ് ഡിസൈനിങ് ഔട്ട്.